ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 52 സങ്കീർത്തനം 5 വാക്യം. ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും, നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും, ജീവനുള്ള ദേശത്തു നിന്ന് നിന്നെ നിർമൂലമാക്കും. വിജയിക്കുന്നത് പോലെ തോന്നിയാലും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ന്യായവിധി വൈകാം, പക്ഷേ ഒഴിവാക്കുവാൻ കഴിയുകയില്ല. ദുഷ്ടന്മാർ ചിലപ്പോൾ വളരെയധികം ശക്തരായി തോന്നാം, എന്നാൽ ദൈവം എല്ലാം കാണുന്നവനാണ്. അവൻ്റെ സമയം വരുമ്പോൾ നീതി നടപ്പാകും. അതിനാൽ അനീതിയുടെ മുന്നിൽ വിശ്വാസി നിരാശപ്പെടേണ്ടതില്ല. ദൈവത്തെ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയും സമ്പത്തിലും ആശ്രയിക്കുന്നവർ ഒടുവിൽ വീഴും. മനുഷ്യൻ്റെ സുരക്ഷ ദൈവത്തിലായിരിക്കണം. ലോകത്തിലെ സ്ഥാനമോ സമ്പത്തോ ശാശ്വതമല്ല. വിശ്വാസി പ്രത്യാശ ദൈവത്തിലായിരിക്കണം. പ്രിയമുള്ളവരെ, ദുഷ്ടതയ്ക്ക് താൽക്കാലിക വിജയമുണ്ടാകാം, എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി അന്തിമമാണ്. അതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ ഈ നാളിൽ നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അഹങ്കാരത്തിൽ നിന്നും അനീതിയിൽ നിന്നും മാറി നിന്റെ നീതിയിൽ വിശ്വസിച്ച് ജീവിപ്പാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.